നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. श्री कृष्ण बलराम की कार्तिक मास महामहोत्सव की हरे कृष्ण. കാർത്തിക മാസം വൈഷ്ണവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാസമാണ്. ഈ മാസം ഏകദേശം 3/4 ദിവസങ്ങൾ കഴിഞ്ഞു. കാർത്തിക മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ. കാർത്തിക മാസത്തിൻ്റെ അവസാന ഘട്ടത്തിനെ ഊർജവ്രതം എന്ന് പറയും. ഭക്തന്മാർ ഈ ഒരു മാസം ഭക്തിയുത സേവനം ചെയ്ത് അവസാനത്തെ 5 ദിവസം ഊർജവ്രതം, ഭീഷ്മവ്രതം, ഭീഷ്മ പഞ്ചകം, ഊർജവ്രതം എന്ന് പറഞ്ഞിട്ട് ഭക്തിയുടെ ആഴങ്ങളിലേക്ക് അവർ ധ്യാനത്തിൽ ചെല്ലുന്ന ഒരു സമയമാണ് കാർത്തിക മാസത്തിൻ്റെ അവസാനത്തെ സമയം. ആ ഒരു പ്രേമഭക്തി, ശുദ്ധഭക്തി അനുഭവിക്കണമെങ്കിൽ നമ്മളെല്ലാവരും വൈഷ്ണവരുടെ മധ്യേ ഉണ്ടാകണം, അപരാധം ചെയ്യാതെ ഇരിക്കണം, വളരെ ഒരു സ്നേഹ സേവന മനോഭാവത്തിൽ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു കയറിൽ ഒരു കെട്ട് കെട്ടുകയാണ്. ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ആൾക്കാർ താലി കെട്ടാറില്ലേ? ഒരു കെട്ട് നമ്മൾ കെട്ടിയാൽ മതി, ബാക്കി നാട്ടുകാർ കെട്ടി വെച്ചോളും. അപ്പൊ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു കെട്ട്, കല്യാണക്കെട്ടല്ല, ഭൗതിക ജീവിതത്തിൽ നമുക്കുണ്ടായ ബന്ധനം, ഈ കെട്ട്, ഹൃദയഗ്രന്ഥി, ഹൃദയത്തിൽ ഉണ്ടായ ബന്ധനം
നമുക്ക് അഴിക്കണമെന്നുണ്ട്. ഈ കെട്ടിനെ അഴിക്കണം. രണ്ടു കൂട്ടരും രണ്ട് വശത്ത് വലിച്ചു പിടിച്ചിരുന്നാൽ ഈ കെട്ടിനെ അഴിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കെട്ടഴിക്കണം. എല്ലാവർക്കും വൈഷ്ണവ അപരാധം ചെയ്യാൻ പാടില്ല, ഭക്തിയിൽ പുരോഗമിക്കണം എന്ന താല്പര്യമുണ്ട്, ഉയരണം എന്ന താല്പര്യമുണ്ട്. പക്ഷേ ഈ കെട്ടിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് രണ്ട് കൂട്ടരും വലിച്ചു പിടിച്ച് വെച്ചാൽ ഈ കെട്ട് അഴിക്കാൻ പറ്റുമോ? അഴിക്കാൻ പറ്റില്ല. ഈ കെട്ട് അഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാൾ ആ കയറ് വിടണം. വിട്ടാലേ ഒന്നിൻ്റെ ഇടയിൽ കൂടെ വളഞ്ഞ് നമുക്ക് ആ കെട്ട് അഴിക്കാൻ പറ്റൂ. പലപ്പോഴും വൈഷ്ണവര് രണ്ട് വശത്തും വലിച്ചു പിടിച്ചിട്ട് നമ്മളെ വിളിക്കാറുണ്ട്, പ്രഭു ഇതൊന്ന് സോൾവ് ചെയ്ത് തരണം. ഞാനല്ല, ബ്രഹ്മാവ് വിചാരിച്ചാലും ഇത് സോൾവ് ചെയ്യാൻ പറ്റൂല. പറ്റുമോ? പറ്റൂല. രണ്ട് വശത്തും വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഭക്തിയിൽ ഒളിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ശുദ്ധഭക്തി എന്ന് പറയുന്നത് പൂർണ്ണമായും കാരുണ്യം കൊണ്ട് ലഭിക്കുന്നതാണ്, അല്ലാതെ നിയമം കൊണ്ടല്ല. ഈ ദാമോദരാഷ്ടകത്തിൻ്റെ അവസാന പദ്യം നല്ല ഒരു ലെസനാണ്. ആ പദ്യം ലാസ്റ്റ് പാരഗ്രാഫ്. നമസ്തേസ്തു ദാംനേ സ്ഫുരദീപ്തിധാംനേ ത്വദീയോദരായത വിശ്വാസ്യതാംനേ. നമസ്തേസ്തു ദാംനേ സ്ഫുരദീപ്തിധാംനേ ത്വദീയോദരായത വിശ്വാസ്യതാംനേ. നമോ രാധികായൈ ത്വദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം. നമോ രാധികായൈ ത്വദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം. ആചാര്യൻ പത്മപുരാണത്തിൽ ഉള്ള ഒരു പദ്യമാണ്. പത്മപുരാണം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിനും വളരെ വർഷങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ യുഗമല്ല വർഷങ്ങൾക്ക് മുമ്പേ രചിച്ചതാണ്. വ്യാസമഹർഷി 18 പുരാണം രചിച്ചു. അതെല്ലാവർക്കും അറിയാം. വ്യാസമഹർഷി 18 പുരാണം കമ്പൈൽ ചെയ്തു. ഏറ്റവും അവസാനം കമ്പൈൽ ചെയ്ത പുരാണം ഏതാണ്? വ്യാസമഹർഷി 18 പുരാണം, വിഷ്ണു പുരാണം, പത്മപുരാണം, നരസിംഹ പുരാണം, മാർക്കണ്ഡേയ പുരാണം, രുദ്രപുരാണം, അഗ്നിപുരാണം, ഇങ്ങനെ 18 പുരാണങ്ങൾ ചിട്ടപ്പെടുത്തി. ഏറ്റവും അവസാനം വ്യാസമഹർഷി കമ്പൈൽ ചെയ്ത പുരാണം ഏതാണ്? ഈ ആൻസർ ഭയങ്കര ഈസിയാണ്, വളരെ ഈസിയാണ്. നിങ്ങൾ കണ്ണും പൂട്ടി ഗസ് ചെയ്താൽ കറക്റ്റാവും. വ്യാസമഹർഷി ഏറ്റവും അവസാനം കമ്പൈൽ ചെയ്ത പുരാണം ഏതാണ്? 18. വെറുതെ ഗസ് ചെയ്താൽ മതി, ശരിയാവും. ഭാഗവതം. വേറെന്താ ആൻസർ പറഞ്ഞ്? കുഴപ്പമില്ല, തെറ്റിയാ കുഴപ്പമില്ല. എന്താ പറഞ്ഞത്? അല്ല, ശ്രീമദ് ഭാഗവതമാണ് വ്യാസമഹർഷി അവസാനം. കാരണം ഈ 17 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും എല്ലാം അദ്ദേഹം കമ്പൈൽ ചെയ്തിട്ടും തൃപ്തി വന്നില്ല. വേദങ്ങളെ വിഭജിച്ചിട്ടും തൃപ്തി വന്നില്ല. സോ വ്യാസമഹർഷി അവസാനം എഴുതിയതാണ് ശ്രീമദ് ഭാഗവതം. പക്ഷേ ഈ ദാമോദര അഷ്ടകം 8 പദ്യം എന്ന് പറയുന്നത് പത്മപുരാണം ആദ്യം രചിച്ച പുരാണങ്ങളിൽ ഒന്നാണ്. വ്യാസമഹർഷി ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതല്ല. കാരണം ഭാഗവതത്തിൽ 18,000 ശ്ലോകം, സ്കന്ദപുരാണത്തിൽ 3-4 ലക്ഷം ശ്ലോകം,
അപ്പൊ അതിന് എത്ര സമയം എടുത്ത് കാണും ഇല്ലേ? പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ഇതിനൊക്കെ കൂടുതൽ 40,000 50,000 ശ്ലോകങ്ങൾ. എനിക്ക് തോന്നുന്നു ഭാഗവതമാണ് ചെറുതെന്ന് തോന്നുന്നു. ഗരുഡ പുരാണം 1,20,000 അങ്ങനെ എങ്ങാണ്ടോ ശ്ലോകങ്ങൾ. അപ്പൊ ഇതൊന്നും വ്യാസമഹർഷി ഒരു ദിവസം കൊണ്ട് കമ്പൈൽ ചെയ്തതല്ല. ഇത് കമ്പൈൽ ചെയ്യാൻ വ്യാസമഹർഷിക്ക് അനേകം വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകും. എത്രയോ സംവത്സരങ്ങൾ എടുത്തിട്ടുണ്ടാകും വ്യാസമഹർഷി ഇത് കമ്പൈൽ ചെയ്യാൻ. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഉള്ള പുരാണത്തിൽ വരുന്ന പദ്യമാണ് ഈ ദാമോദരാഷ്ടകം. എന്ന് വച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിക്കുന്നതിനും എത്രയോ മുമ്പേ ആണ് ഈ ദാമോദരാഷ്ടകം എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? കൃഷ്ണ ഭഗവാൻ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് വൃന്ദാവനത്തിൽ നന്ദഗോപർക്ക് മകനായി അവതരിച്ചത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പത്മപുരാണവും വിഷ്ണു പുരാണവും രചിച്ചത്. അതിലാണ് ദാമോദരാഷ്ടകം വരുന്നത്. അപ്പോ വ്യാസമഹർഷി ലീലയ്ക്ക് മുമ്പേ അതെങ്ങനെ റെക്കോർഡ് ചെയ്തു? മനസ്സിലായോ? എല്ലാവരും ഉറക്കത്തിലാണോ? അപ്പോ ഈ ദാമോദരാഷ്ടകം രചിച്ചത് ഏത് മഹർഷിയാ? ആരാണ്? ഒരു പിടിയുമില്ലേ? സത്യവ്രത മുനി. അപ്പോ ഈ സത്യവ്രത മുനി വേറെ യുഗത്തില്, ഈ നമ്മൾ ജീവിക്കുന്ന ഈ ചതുർയുഗമല്ല, വേറെ ഏതോ യുഗത്തിൽ ഈ ലീല ദർശിച്ച് അദ്ദേഹം രചിച്ചതാണ്. മനസ്സിലായോ? വേറെ ഏതോ, കാരണം ഭഗവാൻ വരുന്നതിന് മുമ്പേ എഴുതിയതാണ്. അപ്പൊ വേറെ യുഗത്തിൽ ഈ ലീലയെ മനസ്സുകൊണ്ട് ദർശനം എടുത്തിട്ടാണ് സത്യവ്രത മഹർഷി ഇതിനെ രചിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സത്യവ്രത മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുമില്ല. നാരദ മഹർഷിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, വ്യാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സുഖമഹർഷിയെ കേട്ടിട്ടുണ്ട്, പിന്നെ തല ജടമുടി നീളത്തി വെച്ചേക്കുന്നത് നാരദ മഹർഷിയുടെ ഫ്രണ്ട് പർവ്വതമുനി, അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യവ്രത മഹർഷിയെ കുറിച്ച് വലിയ ഇൻഫർമേഷൻ നമുക്കില്ല. വേറെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിനെ രചിച്ചതാണ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് പദ്യത്തിൽ പറയുന്നു, എല്ലാവർക്കും എനിക്ക് എൻ്റെ പ്രണാമം, ഭഗവാന് എൻ്റെ പ്രണാമം, പിന്നെ പ്രത്യേകിച്ച് ഭഗവാന്റെ വയറ്റിന് എൻ്റെ പ്രണാമം. ആരെങ്കിലും അങ്ങനെയൊക്കെ തൊഴൂ? ഒരു വിശിഷ്ട വ്യക്തിയെടുത്ത് ചെന്നിട്ട് സാധാരണ കാല് തൊട്ട് തൊഴും, ആരെങ്കിലും വയറ് തൊട്ട് തൊഴൂ? പക്ഷേ ഭഗവാന്റെ ഓരോ അംഗവും മറ്റ് അംഗങ്ങളുടെ പ്രവർത്തികൾ ചെയ്യും. അത് ഗീതയിൽ ഒരു മനോഹരമായ ശ്ലോകമുണ്ട്, എനിക്ക് പെട്ടെന്ന് ആ ശ്ലോകം ഓർമ്മയിൽ വരുന്നില്ല. മധ്വാചാര്യർക്ക് പ്രിയപ്പെട്ട ഒരു ശ്ലോകമാണ്. ഒരു അംഗം പല അംഗം, അതെന്താണ്? പാദൗത്തത് പാണി, അതെന്താ ശ്ലോകം? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. സെക്കൻഡ് ലൈൻ, ഈ പകുതി വന്ത ബ്രാഹ്മണൻ. പാദൗത്തത് പാണി തത്, അങ്ങനെ ഒരു ശ്ലോകം. അത് മധ്വാചാര്യർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ശ്ലോകമാണ്. ഭഗവാന്റെ ഒരു അവയവം മറ്റ് അവയവങ്ങളുടെ പ്രവൃത്തി ചെയ്യും എന്നാണ്. യശോദാദേവിക്ക് ഭഗവാൻ വായിനകത്ത് ബ്രഹ്മാണ്ടങ്ങൾ കാണിച്ചു കൊടുത്തു. സത്യവ്രത മഹർഷി ആദ്യം ഭഗവാനെ നമസ്കരിക്കുന്നു, പിന്നെ ഭഗവാന്റെ വയറിനെ പ്രത്യേകം നമസ്കരിക്കണം, പിന്നെ വയറിൽ കെട്ടിയിരിക്കുന്ന കയറിനെ നമസ്കരിക്കുന്നു. കാരണം ഈ ലീലയിൽ കയറിനും വലിയ ഒരു റോളുണ്ട്. എത്ര കയർ കൂട്ടിക്കെട്ടിയാലും, ആ കഥ എല്ലാവർക്കും അറിയില്ലോ, 2 ഇഞ്ച് തികയില്ല കയർ. ഗോപസ്ത്രീകളെടുത്ത് യശോദാദേവി പറഞ്ഞിട്ട് വൃന്ദാവനത്തിലുള്ള സർവത്ര കയറും കൊണ്ടുവന്ന് കെട്ടി. ഈ കയറ് എല്ലാം കെട്ടിയിട്ടും എങ്ങനെ നോക്കിയാലും 2 ഇഞ്ച് തികയില്ല. ലൂസാക്കിയാലും 2 ഇഞ്ച് തികയില്ല, ടൈറ്റ് ആക്കിയാലും 2 ഇഞ്ച് തികയില്ല.
ഈ കയറിനൊരു പ്രത്യേക ലീലയാണ് ആ ലീലയിൽ. പിന്നെ എങ്ങനെയോ യശോദാദേവി പ്രാർത്ഥിച്ചു, നാരായണ ഭഗവാനെ, ഈ കുസൃതി പിടിച്ച കുട്ടിയെ ഒന്ന് കെട്ടാൻ എനിക്ക് അനുവാദം, എന്നെ സഹായിക്കണേ, ഒന്ന് അനുഗ്രഹിക്കണേ. ആരെ കെട്ടാൻ ആരെടുത്ത് അനുവാദം വാങ്ങിച്ചു? ഭഗവാനെ കെട്ടാൻ ഭഗവാന്റെ അടുത്ത് തന്നെ അനുവാദം. അതാണ് ആചാര്യന്മാര് ഭക്തരെടുത്ത് പറയുന്നു, നിങ്ങൾ എന്താ ഈ ഭക്തി ഭക്തി എന്ന് പറഞ്ഞിട്ട് വലിയ അഹങ്കരിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന സർവസ്വവും, പൂക്കളും പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം ദൈവം സൃഷ്ടിച്ചത്, അത് പാചകം ചെയ്യുന്ന ബുദ്ധിയും ദൈവം തന്നത്, ശരീരവും ദൈവം തന്നത്, ആത്മാവും ദൈവത്തിന്റെ അംശം, ഇതെല്ലാം കൂടെ ചേർന്ന് ആത്മാവ് ഒന്ന് ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് എന്തെങ്കിലും ഉണ്ടോ? ദ്രവ്യം ഭഗവാൻ തന്നത്, ബുദ്ധി ആര് തന്നതാ? ഭഗവാൻ തന്നത്. നമ്മുടെ ശരീരം ആര് തന്നതാ? ഭഗവാൻ. ആ പദാർത്ഥം, ആ നൈവേദ്യം സമർപ്പിക്കാനുള്ള ശക്തിയും കഴിവും ആര് തന്നതാ? എല്ലാം ഭഗവാൻ തന്നത്. അത് അവസാനം ഭഗവാന് കൊടുത്തിട്ട് ഞാൻ ചെയ്തു എന്ന് അഹങ്കരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചിലപ്പോൾ ഡിവോട്ടീസ് പറയും, പ്രഭു ഞാൻ ചെയ്ത, അങ്ങനെ അല്ല പറയുന്നത്, എന്നാലും അത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. നീ ഒരു 2 അടി ഇങ്ങോട്ടിരി, ഇവിടെ ഇരി, നീ ഫ്രണ്ടിൽ വാ, നീ 2 അടി ഫ്രണ്ടിൽ അവിടെ ഇരി. അവര് വെയിറ്റ് ചെയ്തോ, പിന്നെ വണ്ടി വാ. എവിടെ നിർത്തി? അപ്പോ ദ്രവ്യങ്ങളും സർവസ്വവും എല്ലാം ഭഗവാൻ തന്നത്, അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ഞാൻ ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊന്നുമില്ല. അവസാനം യശോദാദേവി ഭഗവാനെ പ്രാർത്ഥിച്ചു ഈ കയറൊന്ന് കെട്ടിത്തരാനായിട്ട്. അങ്ങനെ യശോദാദേവി കെട്ടി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വേറെ ഒരു കാര്യം സംഭവിച്ചു. ബലരാമൻ വന്നപ്പോൾ ഭയങ്കര ദേഷ്യമായി ബലരാമന് കൃഷ്ണ ഭഗവാനെ അമ്മ യശോദ ഇതിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ട് ആ കയറ് ബലരാമൻ അഴിക്കാൻ ശ്രമിച്ചു. പക്ഷെ അഴിക്കാൻ പറ്റിയോ? അഴിക്കാൻ പറ്റിയില്ല. 14 ലോകം, അണ്ടചരാചരം എല്ലാം സർവ സംകർഷണമൂർത്തി ആദി ഗുരു ആ ബലരാം സ്വാമിക്ക് യശോദാദേവി കെട്ടിയ കെട്ട് അഴിക്കാൻ പറ്റിയില്ല. ഓരോ ഭക്തരും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ഭക്തർക്കും അവരവരുടെയായ പ്രത്യേക ഒരു ഭാവത്തിൽ ഭഗവാന്റെ അടുത്ത് ഭക്തി ഉണ്ടാകും. ആ കയർ കെട്ടിനെ വേറെ ഒരു ഭാവത്തിലുള്ള ഭക്തന് വന്നാൽ അഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആര് ചെയ്യുന്ന സേവനത്തിനെയും വിമർശിക്കാനുള്ള അധികാരം മറ്റുള്ളവർക്കില്ല. കാരണം ആ ഭക്തൻ ഭഗവാന്റെ അടുത്ത് ഏത് തരത്തിലുള്ള ഭാവത്തിലാണ് ആ സേവനം ചെയ്തിരിക്കുന്നത് എന്ന് ആ ജീവാത്മാവിനും ഭഗവാനും മാത്രമേ അറിയാവൂ. ഇനി ഒരു ഭക്തന് അതിനകത്ത് കയറാനോ അതിനെ വിമർശിക്കാനോ ആ കെട്ടഴിക്കാനോ, ബലറാം സ്വാമിക്ക് പോലും ആരുടെ കെട്ടഴിക്കാൻ പറ്റിയില്ല? യശോദാദേവി. യശോദാദേവി വാത്സല്യ ഭക്തിയിൽ കെട്ടിയ കെട്ട് ബലറാം സ്വാമിക്ക് സഖ്യഭക്തിയിൽ അഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ബലറാം സ്വാമിക്ക്, അപ്പൊ ഈ കയറിനും വലിയ റോൾ ഉണ്ട് ഈ ലീലയിൽ. കയറും കൂടെ ഒരു റോൾ പ്ലേ ചെയ്തു. അപ്പോ ആചാര്യൻ എന്ത് പറയുന്നു? ഭഗവാന് പ്രണാമം, പിന്നെ ഭഗവാന്റെ വയറിന് പ്രണാമം, വയറിൽ കെട്ടിവെച്ചിരിക്കുന്ന കയറിന് എൻ്റെ പ്രണാമം, കയറിന്റെ അറ്റത്തിലുള്ള ഒരലിനും പ്രണാമം. ഒരല് ചോദിച്ചു, വെറുതെ ഇരുന്ന് എനിക്ക് കള്ളന്റെ പേര് കിട്ടി. ഈ ഒരല് വെറുതെ ഒരു മൂലക്കിരുന്നതാ. കൃഷ്ണ ഭഗവാൻ കലം പൊട്ടിച്ചിട്ട് എന്ത് ചെയ്തു? ചെന്ന് ആ ഒരലിനെ കമർത്തിയിട്ടു. എന്നിട്ട് ആ ഒരലിന്റെ പുറത്ത് കയറിയിരുന്നു. ഈ ഒരലിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. നേരെ ഇരുന്ന ഒരലിനെ തൂക്കി തലകുത്തനെ ഇട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഈ കലമൊക്കെ അഴിച്ച് വലിച്ചോണ്ടുപോയ മുറ്റത്തൊക്കെ ഈ ഒരല് വെറുതെ വന്നു. അവിടെ ആചാര്യന്മാർ പറയുന്നത്, പ്രേമഭക്തി അല്ലെങ്കിൽ ശുദ്ധ ഭക്തിയിലേക്ക് കടക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
ഭഗവാനും ഗുരുവും ഉയർന്ന ഭക്തരും വലിക്കുന്ന ഇതിന് നമ്മൾ കൂടെ പോയിക്കോളണം. ഈ ഒരൽ ബ്രേക്ക് ഇട്ടോ, ഇപ്പൊ ഒരലിന്റെ സ്ഥലത്ത് നമ്മളാണ് ഇരിക്കണമെന്ന് വെച്ചോളൂ. ഭഗവാൻ കൈ പിടിച്ചിട്ട് ഒന്നും പറയാതെ നമ്മളെ വലിച്ചോണ്ട് പോവാ, അത് തലകുത്തനെ വലിച്ചോണ്ട് പോവാണ്. നമ്മൾ എന്ത് ചെയ്യും? എന്നെ എവിടെയാ കൊണ്ടുപോണേ? ആദ്യം പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ടേ? അതല്ലേ ഒരു ന്യായം. ഞാൻ ഇവിടെ വന്ന് ഇതിന് വെയിറ്റ് ചെയ്യല്ലേ? എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണ്ടേ? എൻ്റെ അടുത്ത് പറയണ്ടേ? വലിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ സമ്മതിക്കുന്നുണ്ടോ എന്നെല്ലാം അവിടെ ഇരുന്ന് പ്രസംഗിക്കും. ഭഗവാൻ വലിച്ച സ്ഥലത്തെല്ലാം യാതൊരു അഭിപ്രായവും ഇല്ലാതെ ഒരല് ചെന്നു. അവസാനം ഒരല് ചോദിച്ചു, കൃഷ്ണ, എനിക്ക് വെറുതെ ഇരുന്ന് എനിക്ക് ചീത്തപ്പേര്, കള്ളന്റെ പേരും കിട്ടി. ഭഗവാൻ വലിച്ച സ്ഥലത്തെല്ലാം ഞാൻ വന്നു. അപ്പൊ ഭഗവാൻ അനുഗ്രഹിച്ചു. ഈ ലീലയിൽ എന്നെ പൂജിക്കുമ്പോൾ എന്നോടൊപ്പം ആരെ പൂജിക്കും? ഒരലിനെയും കൂടെ പൂജിക്കും. അതുകൊണ്ട് ഈ ദാമോദര ആരത്തി, ലീല, ഫോട്ടോ, പിക്ചർ എവിടെ നോക്കിയാലും കൃഷ്ണന്റെ കൂടെ ആർക്ക് ആരതി കിട്ടും? ഒരലിനും കൂടെ കിട്ടും. റൈറ്റ്? ഇനി അതിൽ തേർഡ് ലൈൻ എന്താണെന്ന് വെച്ചാല്, ഈ ലീലയിൽ എവിടെയാ രാധാറാണി? കൃഷ്ണ ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചു, യശോദാദേവി കെട്ടിവെച്ചു, ഗോപസ്ത്രീകൾ ഉണ്ടായിരുന്നു, അവിടെ രാധാറാണി ഇല്ല. എന്നാൽ അവസാനം ഈ ലീല സ്തുതിക്കുന്ന സത്യവ്രത മഹർഷി ഒരു വരി എന്താ പറയുന്നത്? നമോരാധികായൈ ത്വദീയ പ്രിയായി, രാധാറാണിക്ക് പ്രണാമം. ഈ ലീലയിൽ എവിടെയാ രാധാറാണി? രാധാറാണി ഈ ലീലയിലുണ്ടോ? ഇല്ല. പക്ഷേ രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ വൃന്ദാവനമില്ല. റൈറ്റ്? രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും വൃന്ദാവനത്തിൽ പ്രവേശിക്കാനും പറ്റില്ല, വൃന്ദാവന ലീലകൾ മനസ്സിലാക്കാൻ പറ്റില്ല, ഒന്നും തന്നെ സാധിക്കില്ല. അതുകൊണ്ട് പ്രേമഭക്തി, ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ആർക്ക് സ്ഥാനമുണ്ട്? രാധാറാണിക്ക് സ്ഥാനമുണ്ട്. രാധാ ദാമോദര രാധാ ദാമോദര രാധേ രാധേ. രാധാ ദാമോദര രാധാ ദാമോദര രാധേ രാധേ.
വന്നിട്ട് രാവിലെ 8 മണിക്ക് ഗോപൂജ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ വെളിയിൽ പന്തലൊക്കെ അടിക്കുന്നുണ്ട് രാത്രി. ഭക്തന്മാർക്ക് വന്നിട്ട് നാളെ ഗോവർദ്ധന പൂജയാണ്. ഭഗവാൻ ഗോവർദ്ധനത്തിനെ ഉയർത്തിയ ദിവസം. ഈ 2 ദിവസവും വൃന്ദാവനത്തിൽ വളരെ വിശേഷപ്പെട്ട ദിവസം. കാരണം ദീപാവലിയുടെ അന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് നളകുബേര മണിഗ്രീവന്മാർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുന്നത്. പിന്നെ നാളെ ഗോവർദ്ധന പൂജ. സോ ഭക്തന്മാര് ഇവിടെ മറ്റേ ഇതൊക്കെ സെറ്റ് ചെയ്ത് തരും. എല്ലാവരും ഇവിടെ വന്നിട്ട് നാച്ചുറലി വിറകടുപ്പില് ഭഗവാന് വേണ്ടി നാളെ ഗോവർദ്ധന അന്നക്കൂട്ടിന് വേണ്ടി അവരാൽ കഴിയുന്ന പ്രസാദം, ആരെല്ലാം നാമജപം ചെയ്യുന്നുണ്ടോ, പൂർണ്ണമായ സസ്യബുക്കാണോ, അവർക്കെല്ലാവർക്കും വന്നിട്ട് ഇവിടെ നാച്ചുറലി ഭഗവാന് പ്രസാദം ഉണ്ടാക്കാം. 12 മണിക്ക് മുമ്പേ നൈവേദ്യം തയ്യാറാകണം. അതിനുശേഷം അന്നക്കൂട്ടം ഉണ്ടായിരിക്കും. നാളെ ഗോവർദ്ധന പൂജ ഉച്ചയ്ക്ക്. പിന്നെ സദ്യ, പ്രസാദ സദ്യ ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൈകിട്ട് ഇവിടെ പൂജ്യ ഭക്തി വിനോദ് സ്വാമി മഹാരാജ് ഉണ്ടാകും. ശനിയാഴ്ച പ്രഭുപാദരുടെ തിരോഭാവ ദിനമാണ്. സോ അന്ന് വൈകുന്നേരം വലിയ പ്രോഗ്രാം ഉണ്ട്. ശനിയാഴ്ച വൈകുന്നേരം തിരോഭാവ ദിനം. വെള്ളിയും ശനിയും മഹാരാജ് ഇവിടെ ഉണ്ടായിരിക്കും. 2 ദിവസം വൈകുന്നേരം സത്സംഗവും രാവിലെ ഭാഗവതം ക്ലാസ്സും ഉണ്ടായിരിക്കും. പക്ഷെ പ്രധാനമായിട്ടും ശനിയാഴ്ച വൈകിട്ട് പ്രഭുപാദ തിരോഭാവ ദിനം. മഹാരാജ് വന്ന് പ്രഭുപാദറിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ആ സത്സംഗത്തിൽ എല്ലാവരും പങ്കെടുക്കുക. നാളെ ഉച്ചയ്ക്ക് ഗോവർദ്ധന പൂജ, അതിലും പങ്കെടുക്കുക. ഈ ആഴ്ച പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, എല്ലാത്തിലും മിസ് ചെയ്യാതെ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ചോദ്യമോ സംശയമോ ഉണ്ടെങ്കിൽ ഒന്ന്, ഒരു ആചാര്യന്മാര് ഭരിക്കുന്നത് പോലെ ഒരു ഭക്തൻ മുന്നോട്ട് വരണം എന്നാണ്. അതെ. മറ്റൊരു സ്ഥലത്തും പറഞ്ഞു, ഒരു ഭക്തന്റെ ഭാവത്തിൽ അദ്ദേഹം സേവിക്കുമ്പോൾ അത് മറ്റൊരു ഭക്തൻ ഇടപെടാൻ പറ്റില്ല എന്നുള്ളത്. ഇത് രണ്ടും എങ്ങനെ? അതായത് ഇത് നമുക്കുള്ള പാഠമാണ്. നമ്മളെ ആചാര്യന്മാർ വലിക്കും. ശിഷ്യന്മാർ, കൃഷ്ണഭക്തന്മാര് 3 കാറ്റഗറിയാണ്. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നതിൽ തന്നെ അങ്ങനത്തെ കൃഷ്ണഭക്തരുണ്ടാകും. ഒരു കാറ്റഗറി എന്താന്ന് വെച്ചാൽ, എനിക്ക് ഭക്തിയിൽ ഇങ്ങോട്ട് എന്ത് കിട്ടും. ഇപ്പൊ ഞാൻ നാളെ ഗോവർദ്ധന പൂജയെ കുറിച്ച് സംസാരിക്കുന്നു. ചിലർ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് വരും, ആരതി കഴിയും, പ്രസാദം കഴിച്ചിട്ട് പോകും. ഫലം മാത്രം, അതിന് പ്രവർത്തനം, അതിൻ്റെ പ്രയത്നത്തിൽ ഞാൻ പങ്കെടുക്കില്ല. തെറ്റില്ല, അവരും കൃഷ്ണഭക്തരാണ്, അവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. എനിക്ക് ഭക്തിയുടെ എന്ത് മതി? ഫലം മാത്രം മതി. ജപിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? സേവനം ചെയ്താൽ എൻ്റെ പേര് പറയുമോ? ഞാൻ ചെയ്തു, അതിൻ്റെ ഫലം മാത്രം. ഇത് വന്ന് കനിഷ്ഠ ഭക്തൻ. ഈ ഭക്തർ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റു ഭക്തരിൽ കുറ്റം കണ്ടുപിടിക്കുക, അവരെ വിമർശിക്കുക, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട്. ഇത് ഭഗവാന് ഒട്ടുമേ ഇഷ്ടമല്ല. ഒരു ഭക്തൻ കുറ്റം ചെയ്തിരുന്നാൽ പോലും അത് പറയാൻ അതിനൊരു രീതിയുണ്ട്. വിമർശിക്കുന്ന ഭക്തനെ ഇഷ്ടമല്ല. അവൻ പാഷാണ്ടി, അവൻ ഒരുമാതിരി എല്ലാവരെയും വെറുത്ത് സ്വയം അവനെ വെറുക്കുന്ന ഒരു അവസ്ഥയിലാവും. ഈ ബ്രഹ്മാവിൻ്റെ കഥയില്ലേ, ബ്രഹ്മാവ് സരസ്വതി ദേവിയുടെ പുറകെ പോയി. ബ്രഹ്മാവ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. പക്ഷേ ശിക്ഷ ബ്രഹ്മാവിനല്ല കിട്ടിയത്. അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന 6 ബ്രാഹ്മണ പുത്രന്മാർക്കാണ് ആ ശിക്ഷ കിട്ടിയത്. അപ്പൊ ഇത് കനിഷ്ഠ ഭക്തരാണ്. അവർ ചെയ്യുന്ന സേവനത്തിനെ ഉയർത്തി കിരീടത്തിൽ വയ്ക്കുകയും മറ്റുള്ളവർ ചെയ്യുന്ന സേവനത്തിനെ നിസാരമായി കാണുകയും. സേവനം ചെയ്യുമ്പോൾ തന്നെ
അവര് മനസ്സിനകത്ത് എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന സേവനത്തിന് വലിയ സിംഹാസനത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റെ ഭാവം എന്തായിരിക്കണമെന്ന് വെച്ചാൽ, എനിക്കിത് ഭഗവാൻ ഈ അവസരം തന്നത് തന്നെ വലിയ കാര്യമാണ്. ഹൃദയം കൊണ്ട് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നോർമലി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സേവനം ചെയ്യുന്തോറും നമ്മൾ കിരീടത്തിന്റെ പുറത്ത് കയറിക്കൊണ്ടിരിക്കും. മായപ്പൂരിൽ 2 പൂജാരിമാരുണ്ട്, പങ്കജാംഗ്രി പ്രഭു ജനനിയും. അതിലൊരാൾ സമാധിയായി. ഒരു ശിഷ്യൻ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, 50 വർഷമായിട്ട് നിങ്ങൾ മായപ്പൂരിൽ പൂജാരിമാരാണ്, അന്നും പൂജാരിമാരാണ്, ഇവർ വിദേശീയരാണ്, ഇംഗ്ലീഷുകാരാണ്. 50 കൊല്ലമായിട്ട് ഇവർ ഒരു എന്താ പറയുക, വാക്ക് തർക്കമോ 50 years ആയിട്ട് ഇവരാരടുത്തും വാക്ക് തർക്കം ചെയ്തിട്ട് ഒരാൾ കണ്ടിട്ടില്ല. ഞാൻ ചില ഭക്തരെ അടുത്തൊക്കെ സംസാരിക്കുന്നത്, ഒരു ദിവസം സമാധാനം തരോ എന്നാണ്. അവര് 50 കൊല്ലമായിട്ട് വാക്ക് തർക്കം ചെയ്തിട്ടില്ല, ഒരു ഡിവോട്ടിയെ തരം താഴ്ത്തിയിട്ടില്ല, വഴക്കുണ്ട്. അവര് കാരണം ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചത്, എങ്ങനെ നിങ്ങൾക്ക് 50, അതും എത്ര വലിയ കമ്മ്യൂണിറ്റിയിൽ അവർ ജീവിക്കുന്നത്? നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയും ആകെപ്പാട് 10 ഫാമിലിയേ ഉള്ളൂ. 3000 ഫാമിലീസ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ അവർ ജീവിക്കണം. അപ്പൊ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർ 2 പേരും ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. ആ 2 പേര് ജനനിവാസ് പങ്കജ്. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വെച്ചാൽ ഇവരൊരു പ്രത്യേക ട്വിൻസ് ആണ്. ഇവരുടെ ചിന്തയും ഏകദേശം ഒരുപോലെയാണ്. ഒരാൾക്ക് പനി വന്നാൽ വിത്തിൻ 2-3 days അടുത്ത ആൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. അത്രയ്ക്കും ഒരു എന്താ പറയാ, ഒരു ബോണ്ടേജ് ഉള്ള ട്വിൻസ് ആണ് ഇവര്. പലപ്പോഴും പല സർക്കാർ ആവശ്യത്തിനും ഒരാളെ പോവാറുള്ളൂ. ആദ്യത്തെ ദിവസം പോയി അനിയന്റെ പേരിൽ ഒപ്പിട്ടിട്ട് വരും, 2ാമത്തെ ദിവസം അതേ പോയി ചേട്ടന്റെ പേരിൽ. കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയ്ക്കും സിമിലാരിറ്റി. വോയിസ് ഒന്നും കണ്ടുപിടിക്കാം. അവസാനം മായപ്പൂരിൽ അവരൊരു നിയമം കൊണ്ടുവന്ന്, ഒരാൾ കാവി കുറച്ച് ലൈറ്റും ഒരാൾ കടുപ്പം, അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇതിൽ ചില ദിവസം അവരെന്ത് ചെയ്യും വെച്ചാൽ, ചേട്ടന്റെ വസ്ത്രം അണിയ ഇട്ടിട്ട് വരും, അനിയന്റെ വസ്ത്രം, ഭയങ്കര കൺഫ്യൂഷൻ. കണ്ടുപിടിക്കാനേ പറ്റില്ല. അപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങള് ഹിപ്പീസ്, അവർ ഹിപ്പി ആയിരുന്നു 70കളിൽ. ഹിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ ചീത്ത സ്വഭാവവും ഉണ്ട്. അവരിങ്ങനെ 2 പേരും ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു ഇസ്കോൺ ഡിവോട്ടി ബുക്ക് വിതരണം ചെയ്ത്, ബുക്ക് വാങ്ങിക്കുന്നവർക്കൊക്കെ സമോസ കൊടുക്കുകയാണ്, ചൂട് സമോസ ഡബയിൽ. അപ്പൊ ഇവർ 2 പേർക്കും പോയപ്പോൾ ഇവര് വെറുതെ, ഇവർക്കൊന്നും അറിഞ്ഞൂടാ, ഇവർ നടന്നു പോയപ്പോൾ കൈ നീട്ടി അവർ സമോസ കൊടുത്തു. ഇവർ കുറച്ച് ദൂരം സമോസ കഴിച്ചപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു സാധനം ലൈഫിൽ കഴിച്ചിട്ടില്ല. ഇവർ 2ാമത് തിരിച്ചു വന്നിട്ട് പറയാണ്, ഒരു സമോസയും കൂടെ തരുമോ എന്ന് ചോദിച്ചു. ആ ഭക്തൻ മടിക്കാതെ, അയാൾ തിരുവനന്തപുരം ഡിവോട്ടിയല്ല, അതുകൊണ്ട് മടിക്കാതെ 2ാമത്തെ സമോസയും കൊടുത്തു. ഇവർ 2ാമത്തെ സമോസയും കഴിച്ചിട്ട് അതുവരെ പോയിട്ട് ഇവർക്ക് ഒന്നും കൂടെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ ചോദിക്കാം മടി. 2 എണ്ണം ഫ്രീ ആയിട്ട് കഴിച്ചു, 3ാമത്തെ എങ്ങനെ ചോദിക്കാം? എന്നിട്ട് ഇവർ തിരിച്ചു വന്ന ആ ഡിവോട്ടി എടുത്ത് പറഞ്ഞു, ഒന്നും കൂടെ തരുമോ? പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാൻ, ഞങ്ങൾക്ക് ഒരു സമോസ തരും. അപ്പോൾ ആ ഡിവോട്ടി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, സമോസ കഴിച്ചോളൂ, ഞങ്ങളുടെ സൺഡേ പ്രോഗ്രാം ഇന്ന സ്ഥലത്ത് നടക്കുന്നത്, ലവ് ഫീസ്റ്റ് ആണ്, വന്നാൽ ഇഷ്ടം പോലെ സമോസ കിട്ടുന്നു. അങ്ങനെ സമോസ കഴിക്കാൻ വന്ന 2 പേരാണ് അവർ. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, യാതൊരു യോഗ്യതയും നമുക്കില്ല, ഞങ്ങൾ ഹിപ്പീസാണ്, ഞങ്ങളെ ലൈഫ് വേറെ സ്റ്റൈലായിരുന്നു, ഒരു യോഗ്യതയില്ലാതെ പ്രഭുപാദർ ഇത്രയും വലിയ കാരുണ്യത്തോട് ഞങ്ങളെ മായപ്പൂരിൽ രാധാമാധവിന്റെ പൂജാരിയാക്കി, ഞങ്ങൾ എന്തിനാ പരാതി പറയണം? എന്ത് ഞങ്ങൾ പരാതി പറഞ്ഞാലും അത് അർഹിക്കുന്നതല്ല, ഇല്ലേ? ഇപ്പോ ഞാൻ തെരുവിൽ ചുറ്റിക്കൊണ്ടിരുന്നു, എന്നെ പിടിച്ച് കേരള ഗവർണറാക്കി. ഞാൻ ചെന്ന് പറയണം കുഷൻ ശരിയല്ലെന്ന് പറഞ്ഞത് അഹങ്കാരമല്ലേ? അല്ലേ? ഒരു യോഗ്യതയില്ലാത്ത ഒരാളെ പിടിച്ച് സിംഹാസനത്തിൽ എത്തിയപ്പോ അവിടെ ചെന്നിട്ട് അയാൾ പറയാണ് ഈ ചെയർ ശരിയല്ല. അത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ഇവര് പറഞ്ഞത്, ഒരു യോഗ്യതയും ഇല്ലാതെ ഹിപ്പിയായി ചുറ്റിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരു ഭക്തിക്ക് യോഗ്യത, ഞങ്ങളെ പിടിച്ച് മായപ്പൂർ രാധാമാധവിന്റെ പൂജാരിയാക്കിയ പ്രഭു, ഞങ്ങൾ എന്തിന് പരാതി പറയണം? ഈ കൃഷ്ണാവബോധം നമ്മൾ അർഹിച്ച് കിട്ടിയതല്ല, അൺഡിസേർവ്ഡ് മെർസി, യോഗ്യതയില്ലാതെ കിട്ടിയതാണ്.
ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ഡിവോട്ടി പറഞ്ഞു, ഇസ്കോണിൽ വന്ന് ഞാൻ ബന്ധുക്കളെ കൂടെയും ശത്രുവായി, എനിക്ക് ഫ്രണ്ട്സും ഇല്ല, ഇസ്കോണിലാര്. നിനക്കിത് തന്നത് തന്നെ വലിയ കാര്യമാണ്. മനസ്സിലായില്ലേ? ഭഗവാന് നമ്മളെ മാറ്റി യോഗ്യരായ ആൾക്കാരെ അകത്ത് കൊണ്ടുവരാൻ എത്ര സമയം വേണം? ഒരു ക്ഷണം മതി. നമ്മൾ അർഹിച്ചതല്ല. ഒരു മിനിറ്റ് ഒറ്റയ്ക്ക് കണ്ണാടിയുടെ മുമ്പേ നിന്നിട്ട് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും അതിൽ കാണുന്ന ആൾ ആരൊക്കെയാണ്, എന്തെല്ലാം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ കോപ്രായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ 50% എനിക്കും കൂടെ അറിയാം. അപ്പൊ കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് യോഗ്യത. സോ കനിഷ്ഠ ഭക്തന്മാർ എന്ത് ചെയ്യുവെച്ചാലും സേവനം ചെയ്യുന്നതോടൊപ്പം അവരുടെ മനസ്സിനകത്ത് അവരുടെ സേവനത്തിന് വലിയൊരു സിംഹാസനം കൊടുക്കും. മറ്റുള്ളവരെ നിസ്സാരമായി കാണും, മറ്റുള്ളവരെ വിമർശിക്കും, കുറ്റം പറയും. ഇത് കനിഷ്ഠ ഭക്തർ. അതിൽ നിന്ന് ഉയരണം. ഒരു സ്റ്റെപ്പും കൂടെ ഉയർന്നാൽ മധ്യമ ഭക്തൻ. ആ ഭക്തൻ ആരെയും കുറ്റം പറയില്ല, പക്ഷെ അവൻ എന്ത് ചെയ്യും? ഫേവറബിൾ ആൾക്കാരുടെ കൂടെ കൂടിക്കോളും. അതും തെറ്റല്ല, അതും നല്ലതാണ്. പുള്ളി ആരെയും കുറ്റം പറയില്ല, വിമർശിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ കൂട്ടുകൂടുന്നത് ആരാണ്? നല്ല ഒരേ ചിറകുള്ള പക്ഷികൾ. അവിടെ കൂടെ കൂടിക്കോളും, മറ്റുള്ളവരെ കൂടെ കൂടില്ല. ഉത്തമ ഭക്തൻ എവിടെ കൊണ്ടുപോയിട്ടാലും ഭഗവാനെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ലെസണാണ്. നമുക്കിത് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഒരു മുതിർന്ന ഭക്തൻ, ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ആചാര്യൻ, ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു അതിൻ്റെ മേൽവശത്ത് ഇരിക്കുന്ന ഒരാൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവും. അതല്ലേ പ്രഭുപാദർ എപ്പോഴും പറയുന്ന ഒരു കഥ. ഒരു ചെറിയ പക്ഷി സമുദ്രം അതിൻ്റെ കടല് അതിൻ്റെ മുട്ടയൊക്കെ സമുദ്രം എടുത്തുകൊണ്ട് പോയി. ആ കഥ ഫേമസ്, പ്രഭുപാദ് പറയുന്ന കഥ. ഈ പക്ഷി എന്ത് ചെയ്തു? കടല് വെള്ളം കുടിച്ച് വറ്റിക്കാൻ ശ്രമിച്ചു. ഇത്ര ഉള്ള പക്ഷി സമുദ്ര വെള്ളം കുടിച്ച് വറ്റിക്കാൻ ശ്രമിച്ചു. നടക്കണ കാര്യമാണോ? അപ്പൊ സമുദ്രം നിസാരമായി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗരുഡൻ വന്നു. ആ മുട്ട തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമുദ്രം ഒന്ന് പേടിച്ചു. ആലോചിച്ച് നോക്കൂ, എവിടെയോ കിടന്ന ഹിപ്പീസ്, എവിടെയോ ഇരുന്നവർ ഇന്ന് ലോകത്തിൽ 3000 ശാഖകളുള്ള ഇത്രയും വലിയ പ്രസ്ഥാനത്തിനെ അവർക്ക് എന്ത് കഴിവാണുള്ളത്? പ്രഭുപാദർ പറഞ്ഞു, അവരങ്ങ് ഇറങ്ങി തിരിച്ചു. അത്രയേ ഉള്ളൂ അവരുടെ യോഗ്യത. കൃഷ്ണൻ വലിച്ചു, ഒരലങ്ങോട്ട് പോയി. ഈ പറയുന്ന സന്യാസിമാരും ആദ്യകാലത്തുണ്ടായിരുന്ന പ്രഭുപാദരുടെ അനുയായികൾ ആരും പ്രഭുപാദർക്ക് ഐഡിയ കൊടുക്കാൻ പോയില്ല. പ്രഭുപാദർ കണ്ണും തുറന്ന് പറയും, നാളെ ആഫ്രിക്കയിൽ പോയി പ്രീച്ച് ചെയ്തു. അവർ പെട്ടിയെടുത്തങ്ങ് ഇറങ്ങി. ഒരു ദിവസം ഒരാളെ വിളിച്ച് പറഞ്ഞു, ചൈനയിൽ പോയി പ്രീച്ച് ചെയ്യാം. അയാൾ പെട്ടിയെടുത്തങ്ങ് ഇറങ്ങി. ട്രെയിനിൽ പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, ഈ സ്റ്റേഷൻ നല്ലതാണ്, ഇവിടെ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു. പ്രഭുപാദ് ട്രെയിൻ നിന്നോണേ ഇറങ്ങിക്കോ, പ്രീച്ച് ചെയ്തോ, ഇറക്കി വിട്ടു. നമ്മൾക്ക് അങ്ങനത്തെ സേവനമൊന്നുമില്ല. നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് ദ്രവ്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അന്ന് സേവനം തുടങ്ങിയവർക്ക് ഒന്നുമില്ല. അവർ ഒരലിനെ പോലെയായിരുന്നു. പ്രഭുപാദർ വലിച്ച സ്ഥലത്ത് അവർ പോയി. അതുകൊണ്ട് ഗരുഡന്റെ സഹായം ആ പക്ഷിക്ക് കിട്ടി. അമാനുഷ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സോ നമ്മൾ ഒരലിനെ പോലെ പോകണം. അതേസമയം മറ്റു ഒരലിനെ വിമർശിക്കാനുള്ള ആ ഒരൽ, ഇനിയൊരു ഒരൽ തെറ്റ് ചെയ്താൽ പോലും നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയുക, ഇതൊക്കെ എന്തോ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, ഭഗവാനെ ഇത് ശരിയാക്കി മൈൽഡായിട്ട് എത്രയോ, വേറെ ഒരു കുഴപ്പമില്ല. എത്ര ആൾക്കാരാണ് രാമാനുജാചാര്യർ സഹിതം ജഗന്നാഥ് പുരിയിൽ ചെന്നിട്ട് ആ പാണ്ഡകൾ ചെയ്യുന്ന പൂജ തെറ്റാണെന്ന് വിമർശിച്ചു. രാത്രി നോക്കിയപ്പോൾ തണുപ്പ് കാലം, ജഗന്നാഥിന് പുതയ്ക്കാണ്. എന്താ പുതയ്ക്കുന്ന? കഞ്ഞിയിൽ മുക്കി, ഓടാന ഷഷ്ടി എന്നാണ് ആ ഉത്സവത്തിന്റെ പേര്. വെറും തുണിയെ പഴയകാലത്ത് കഞ്ഞിയിൽ മുക്കി കൊണ്ടുപോയി ജഗന്നാഥിന് ചുറ്റുന്നു. അപ്പൊ രാമാനുജാചാര്യൻ നോക്കിയപ്പോൾ കഞ്ഞി കൊണ്ട് ആ തുണി, പണ്ട് കാലത്ത് തുണിക്ക് കഞ്ഞി ഇടൂല്ലേ, ഇല്ലേ? ഈ പോലീസുകാരൻ്റെ ട്രൗസർ പോലെ ഇങ്ങനെ നിൽക്കുക ആ ഡ്രസ്സ്. അത് വെച്ചാണ് ജഗന്നാഥിനെ ചുറ്റുന്നത്. അപ്പൊ രാമാനുജാചാര്യർ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു, ഇത് ഭഗവാന്റെ ദേഹത്ത് കൊള്ളുമല്ലോ, അല്ലേ? ഇത് ഭഗവാന് ഒരു സോഫ്റ്റായിരിക്കില്ലല്ലോ. രാമാനുജാചാര്യർ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല.
കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പാണ്ഡയെ നോക്കിയപ്പോൾ ജഗന്നാഥിന്റെ കൈയിന്റെ പുറത്ത് കയറിയിരുന്ന് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പൂക്കൾ കൊണ്ട്. എവിടെയാ കയറിയിരിക്കുന്നത്? കൈയിന്റെ പുറത്ത്. ഇത്രയും കണ്ടപ്പോൾ രാമാനുജാചാര്യർ വിചാരിച്ചു, ഇവർക്ക് അനുഷ്ഠാനം ആചാരം ഒന്നുമില്ല, ഇവരെ പഠിപ്പിക്കണം. വിചാരിച്ചതേ ഉള്ളൂ, പഠിപ്പിക്കാൻ പോയില്ല. ഭാഗ്യം അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹം പഠിപ്പിക്കാൻ പോയില്ല, വിചാരിച്ചതേ ഉള്ളൂ. അവിടെ ഉറങ്ങി കണ്ണു തുറന്നപ്പോ കൂർമ്മദേശത്ത് കിടക്കണം. ജഗന്നാഥ് പുരിയിൽ ഉറങ്ങിയ ആള് കണ്ണു തുറന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശത്തിൽ കൂർമ്മദേശത്തിലാണ് കണ്ണുറങ്ങി. 2 അടിയും കൂടെ കൊടുത്തിരിക്കുകയാണ് ജഗന്നാഥ്. രാവിലെ എണീറ്റപ്പോൾ രാമാനുജാചാര്യരുടെ കവളെല്ലാം വലുതായിരിക്കണം. അതോടെ പൂരിയിൽ തിരുത്താൻ പോയിട്ടേ ഇല്ല. ഓരോരുത്തർ ഭക്തി ഓരോന്ന്. നമ്മൾ അതിശയിച്ചു പോകും. ഒരു ആൾവാർ വേശ്യ സ്ത്രീയുടെ അടുത്ത് പോകാൻ കാശില്ലാത്തത് കൊണ്ട് ഭഗവാൻ വേഷം മാറി രാത്രി വന്ന് കാശ് തന്നിരിക്കുകയാണ്. എത്ര വലിയ പാപമാണ് ആ ഭക്തൻ ചെയ്തത്. എവിടെയാ പോകുന്ന ആ ഭക്തൻ? വേശ്യ സ്ത്രീയുടെ അടുത്ത്. ആ സ്ത്രീയെടുത്ത് പോകാൻ കാശില്ലാത്തത് കൊണ്ട് രാത്രി ഭഗവാൻ വേഷം മാറി സ്വർണപാത്രം കൊണ്ടുവന്ന് തന്നു, ഇത് കൊണ്ടുപോയിട്ട് പോകുന്നു. ഭഗവാന് ഒരാളെ ഇഷ്ടപ്പെട്ട പിന്നെ അവൻ കൊലപാതകം ചെയ്താലും ഭഗവാൻ ആ സൈഡിൽ വിട്ടോളാം പറയും. നമുക്ക് എപ്പോഴും അധികാരം, അഥവാ നമുക്കൊരാൾ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിയാൽ ഒറ്റ തവണ വിനയത്തോട് ചെന്ന് ചോദിക്കുക, പ്രഭു ബുക്കിൽ ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്തത്, ഇതിനെന്താ വിശദീകരണം? സമ്മതിച്ചാൽ സമ്മതിച്ചു, നമ്മൾ നോക്കുക. സമ്മതിച്ചില്ല, ന്യായീകരിച്ചോ, ഹരേ കൃഷ്ണ. അതവിടെ കളയുക, തലയിന്നും എടുത്ത് കളയുക, നമ്മുടെ കർമ്മം തുടരുക. എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പൊ നാളെ മുതൽ ശാന്തിയും സമാധാനവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ശ്രീ കൃഷ്ണ ബലരാമ കീ. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഓക്കെ, ഹരേ കൃഷ്ണ. സോ നാളെ ഗോവർദ്ധന പൂജയ്ക്ക് എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ.